നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നതുപോലെ തന്നെ വളരെ വൈവിധ്യമുള്ള സാംസ്കാരിക പാരമ്പര്യം, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം. ബംഗാളിനെ കുറിച്ച് താങ്കൾ നന്നായി പഠിക്കുകയും ബംഗാൾ പാരമ്പര്യം ബംഗാളിന്റെ നോവലിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ആന്ധ്രയിലെയും കേരളത്തിലെയും തോൽപ്പാവൂരിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ ഓണത്തെക്കുറിച്ച്, കൽപ്പാത്തിയിലെ രഥോത്സവത്തെക്കുറിച്ച്, കേരളത്തിലെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച്, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങളിലൊക്കെ അതിലേക്ക് എത്താനുണ്ടായിരുന്ന കാര്യം എന്താണ്? കാരണം അതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ എന്താണ്? അത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഉള്ളില് ഒരു പഠിതാവ് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു ചെറിയ സംഭവത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇത് ഏതൊരാളിലും ഉള്ളതായിരിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ പഠനത്തിന്റെ പലതരം ആവിഷ്കാരങ്ങളായിട്ടാണ് ഈ നോവലാണെങ്കിലും കഥയാണെങ്കിലും അത് പഠനഗത വിമർശനമാണെങ്കിലും സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ വരുന്നത് ഒരുതരം പഠനത്തിന്റെ ആവിഷ്കാരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊരു ആവിഷ്കാരവും ഒരു പഠനത്തിന്റെ കൂടി ആവിഷ്കാരമാണ്. അപ്പോ ഈ പറയുന്ന എൻ്റെ നാട്ടിൽ തന്നെ പാലക്കാട് ജില്ലയിലെ മാത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഈ മാത്തൂർ എന്ന് പറയുന്ന ഇടത്ത് തോൽപ്പാവ് കൂത്ത് ഉണ്ട്. എല്ലാ വർഷവും ഭഗവതി ക്ഷേത്രത്തിലെ തോൽപ്പാവ് കൂത്ത് 21 ദിവസം നടക്കും. ആ തോൽപ്പാവ് കൂത്ത് ചെറുപ്പം മുതൽ തന്നെ കാണുന്നു. അപ്പോ അതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ്, ഈ തോൽപ്പാവ് കൂത്ത് എത്ര വർഷമായിട്ടുണ്ടാവും, ഇതെന്തുകൊണ്ടാണ് കാവുകളിൽ നടക്കുന്നത്, ഇതെങ്ങനെയാണ് ഇത് കാണാൻ ആളുകൾ ഇല്ലെങ്കിലും ഈ കലാരൂപം നിലനിൽക്കുന്നത്, വളരെ തുച്ഛ ആളുകളെ ഇതൊക്കെ കാണാനുണ്ടാവുള്ളൂ. അപ്പൊ തോൽപ്പാവ് കൂത്തിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ബ്ലാക്ക് ബേൺ എന്ന് പറയുന്ന ഒരു സായിപ്പ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആളുകൾ ആരും കാണാനില്ലാഞ്ഞിട്ടും ഇവര് രാത്രി മുഴുവൻ, രാത്രി പുലർച്ചെ വരെയാണ് ഈ കഥ പറയേണ്ടത്. രാമരാവണ കഥയാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഇത് ആളുകളൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈ കലാകാരന്മാർ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് എന്നത് എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നു എന്ന് ബ്ലാക്ക് ബേൺ എന്ന് പറയുന്ന സാഹിബ് പറയുകയും അദ്ദേഹം അതിനെ ആബ്സെന്റ് ഓഡിയൻസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഭാവങ്ങളായ സദസ്. അങ്ങനെ അഭാവങ്ങളായ സദസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു കലാരൂപം എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇനിയുള്ള ഒരു ചില സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഈ കലാരൂപം എങ്ങനെയാണ്? അത് പിന്നീട് ആ ചോദ്യം അപ്പോഴൊക്കെ ഉണ്ടാകുന്നെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അതിന് ചില പ്രചോദനങ്ങളും കൂടി ആവശ്യമുണ്ടല്ലോ. അങ്ങനെ എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ട്രാവൽ ഗ്രാന്റ് ലഭിക്കുകയാണ്. ട്രാവൽ ഗ്രാന്റ് ലഭിക്കുന്നത് അപ്പൊ അത് നമ്മൾ പ്രപ്പോസൽ കൊടുക്കണം, രൂപരേഖ കൊടുക്കണം. അങ്ങനെ ഞാനപ്പോ കൊടുത്ത രൂപരേഖ ഇതാണ്, ഈ തോൽപ്പാവ് കൂത്ത്. അപ്പൊ ഞാൻ നോക്കി സൗത്ത് ഇന്ത്യയിൽ മറ്റെവിടങ്ങളിലേക്ക് ഉണ്ട്. തമിഴില് ഇത് എന്താ ബൊമ്മലാട്ട എന്ന പേരിലുണ്ട്, ഗോംബയാട്ടെ എന്ന പേരില് കർണാടകയിലുണ്ട്, ബൊമ്മലാട്ട എന്ന പേരില് ആന്ധ്രയിലുണ്ട്. അപ്പോ ഇതിനെ കുറിച്ച് പഠിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ട്രാവൽ ഗ്രാന്റിന്റെ രൂപരേഖ അങ്ങനെ കൊടുക്കുകയും അങ്ങനെ ഈ ട്രാവൽ ഗ്രാന്റ് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ആന്ധ്രയിൽ സഞ്ചരിച്ച് തോൽപ്പാവക്കൂത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആന്ധ്രയിൽ പോയിട്ട് അവിടുത്തെ ചില സ്ഥലങ്ങളിൽ പോയിട്ട് മാധവപട്ടണം പോലെയുള്ള ചെറിയ ഗ്രാമങ്ങളിലാണ് ആന്ധ്രയിൽ തോൽപ്പാവക്കൂത്ത് നിലവിലുള്ളത്. അപ്പോ അതിനെക്കുറിച്ച് പഠിക്കും. പിന്നീട് ഈ പറയുന്നത് പോലെ നമ്മുടെ തന്നെ പല സൗഹൃദ ഇടവേളകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ചില ഇടങ്ങളിൽ നിന്ന് അവിയൽ കഴിക്കുമ്പോൾ അതിലെ കഷ്ണങ്ങൾ അതിന്റെ അതിലൊരു വ്യത്യാസം ഉണ്ടാവും. ചിലയിടത്ത് ചെറുതായിരിക്കും, ചിലയിടത്ത് നീളനായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് പോകും, ഇതിപ്പോ എന്താ ഈ നാട്ടിൽ വന്നപ്പോ അവിയൽ ഇങ്ങനെ, ആ നാട്ടിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് പോകുമല്ലോ. അങ്ങനെയുള്ള ആലോചനകൾ പിന്നീട് ചില അവസരങ്ങളിൽ ഗൗരവപൂർണമായ ചില പ്രശ്നങ്ങളായിട്ട്, ചോദ്യങ്ങളായിട്ട് എൻ്റെ ഒരു അന്വേഷണത്തിൽ മാറുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ അവിയൽ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവിഭവം സത്യത്തിൽ കൊച്ചി ശക്തൻ തമ്പുരാന്റെ കാലത്ത് ആണ് അവിയൽ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവിഭവം ഉണ്ടാകുന്നത്. ആ ശക്തൻ തമ്പുരാന്റെ കാലത്ത് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന എന്താ അവശിഷ്ടങ്ങളായ മറ്റ് ഇതിനെല്ലാം ഉപയോഗിച്ച അവശിഷ്ടങ്ങളായ പച്ചക്കറികൾ എടുത്ത് ഒരു സാധനം വെറുതെ ഉണ്ടാക്കിയ പരീക്ഷണത്തിൽ നിന്നാണ് അവിയൽ എന്ന് ഇന്ന് മലയാളിയുടെ സദ്യയുടെ ഒരു പ്രതീകമായിട്ട് പറയുന്ന അവിയൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ. അതുപോലെ ഇപ്പൊ നമ്മള് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വിഭവം, ഭക്ഷ്യവിഭവം ഏതാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആവിയിൽ പുഴുങ്ങുന്നതിനാണ്, ലോകത്തെവിടെയും ആവിയിൽ പുഴുങ്ങുന്നതിനാണ് ഏറ്റവും കൂടുതൽ പഴക്കം ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ നോക്കുന്ന സമയത്ത് പുട്ട് ആണ് കേരളീയം എന്ന് പറയാവുന്ന, മുഴുവൻ കേരളീയം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഒക്കെ കാര്യത്തില് ഇത് ഒരുതരം സഞ്ചാരത്തിന്റെ ഒരു ഭാവം ഉൾക്കൊള്ളുന്നതാണ് ഭക്ഷണം എന്നുള്ളത്. കാരണം പലയിടങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ, അത് രുചി അനുഭവങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഒരു ഭക്ഷ്യവിഭവം സത്യത്തിൽ രൂപപ്പെടുന്നത്. നമ്മള് വല്ലാതെ തദ്ദേശീയം എന്ന് ഈ ഭക്ഷ്യവിഭവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും വല്ലാതെ തദ്ദേശീയം എന്ന് വാദിക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ലല്ലോ. ആ പറഞ്ഞതുപോലെ ഈ പുട്ട് എന്ന് പറയുന്നത്, കൊഴക്കട്ട, ഇതെല്ലാം നമ്മുടെ ആദിമ പലഹാരങ്ങളായിട്ട് നമുക്ക് പറയാമെന്നുള്ളതാണ്. അതുപോലെ അപ്പോ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചുള്ള ചെറിയ ചില ചോദ്യങ്ങൾ പിന്നീട് വലിയ ചില അന്വേഷണങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനൊരു പുസ്തകം എഴുതുന്നത്, കേരള ഭക്ഷണത്തിന്റെ സംസ്കാര ചരിത്രം എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അത് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു പുസ്തകമാണ്. കേരള ഭക്ഷണം എന്ന് വ്യവഹരിക്കപ്പെടുന്ന, അങ്ങനെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ കേരള ഭക്ഷണം എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ പറയാൻ പറ്റുമോ എന്നാണ്. പിന്നീട് അങ്ങനെയാണെങ്കിൽ ഏതിനെയൊക്കെ നമുക്ക് കേരള ഭക്ഷണം എന്ന് പറയാം, അതിന്റെ ഈ ഉൽപ്പത്തി ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തെ നമ്മുടെ ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ, നാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകൾ, മാർക്സിനെ പോലെയുള്ള ആളുകൾ ഭക്ഷണത്തെ കാണുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ നമ്മുടെ ഒരു ചിന്ത, തോട്ട് പ്രോസസ്സ് ഇങ്ങനെ പലതിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ ആലോചിക്കുന്നു, സാഹിത്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം ആവിഷ്കരിക്കപ്പെട്ടത്, സദ്യയെക്കുറിച്ച്. സത്യത്തിൽ ഏതൊരു സാഹിത്യത്തിലും വിശപ്പിന്റെ കഥകൾ പറഞ്ഞിരിക്കും. വിശപ്പിന്റെ കഥകളിൽ നിന്നാണ് ആ ഒരു സാഹിത്യം ഇങ്ങനെ മുന്നോട്ട് വരിക എന്നുള്ളത്. അങ്ങനെ മലയാളത്തിൽ നോക്കുമ്പോൾ ബഷീറിന്റെ, ദേവിന്റെ, തകഴിയുടെ ഒക്കെ വിശപ്പിന്റെ കഥകൾ, നവോത്ഥാന കഥകളെന്ന് നമ്മൾ അതിനെ പേര് വിളിക്കുമെങ്കിലും സത്യത്തിൽ അതെല്ലാം വിശപ്പിന്റെ വിളികൾ കൂടിയാണ്. അങ്ങനെയുള്ള അതിലേക്ക് പോകുന്നു. പിന്നെ VK-നെ പോലെയുള്ള ആളുകൾ ഭക്ഷണത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം, VK-ന്റെ പ്രശസ്തമായ ലഞ്ച് എന്നുള്ള കഥ, ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഞാൻ 2 പുസ്തകങ്ങൾ, ഈ ഒരു പുസ്തകവും അതുപോലെ മറ്റൊരു പുസ്തകം രുചിയും മനുഷ്യരും എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം, അത് ഇതേ പുസ്തകത്തിന്റെ തന്നെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയ രീതിയിൽ എഴുതിയതാണ്. ഈ ലഞ്ച് എന്ന് പറയുന്ന കഥയെ ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ബഷീറിന്റെ കഥയിലെ ചില വിശപ്പിനെ കുറിച്ചുള്ള, ഭക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രുചിയും മനുഷ്യരും എന്ന് പറയുന്ന ഒരു പുസ്തകം, മറ്റൊരു ഭക്ഷണത്തെ കുറിച്ചുള്ള പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന മറ്റൊരു പുസ്തകമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ തട്ടുകടകളെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി. അത് കേരള എക്സ്പ്രസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഗ്രീൻ ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് അത്. കേരളത്തിലെ എല്ലായിടത്തുമുള്ള ചെറിയ ചെറിയ തട്ടുകടകളെ കുറിച്ചാണ്. ചില തട്ടുകടകളെല്ലാം ഒരു 2 വർഷമൊക്കെ നിലനിൽക്കുള്ളൂ, ചിലത് നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും മുഴുവൻ ഏതാണ്ട് തട്ടുകടകൾ മുഴുവൻ അതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ പുസ്തകത്തിന് ലഭിച്ച ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഒരു ദിവസം DGP പറഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വളരെ ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇത് DGP പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ആദ്യത്തെ വാചകം കേട്ടപ്പോ എനിക്ക് പേടിയാണ് തോന്നിയത്, ഇതാണ് സംഭവം. പക്ഷെ പിന്നീട് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പുസ്തകത്തെ കുറിച്ച് ഒരു റിവ്യൂ ഒരു പത്രത്തിൽ അന്ന് വന്നിരുന്നു, ആ പത്രത്തിൽ കണ്ടു. ആ പുസ്തകം എവിടെയാണ് അത് കിട്ടുക,
പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചു, അല്ല ഇതിപ്പോ DGPക്കും പോലീസ് വിഭാഗത്തിനും അതിനകത്ത് യാതൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് ഭക്ഷണത്തെ കുറിച്ചുള്ള തട്ടുകടകളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അല്ല, ഞങ്ങൾക്ക് കേരളത്തിലെ ഇത്തരത്തിലുള്ള തട്ടുകടകൾ ആവശ്യമുണ്ട്. കാരണം ഈ തട്ടുകടകൾ ഈ ചില കുറ്റം ചെയ്ത ആളുകൾക്ക് ഏറ്റവും ചില ഇടങ്ങളിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കുന്നത് ഈ തട്ടുകടകളിൽ നിന്നായിരിക്കും. അപ്പോ ആ ചില കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഞങ്ങളുടെ ചില വഴികളെ സഹായിക്കാൻ ചില തട്ടുകടകൾക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് വലിയൊരു സന്തോഷമാണ്.